നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മൂന്നാമത്തെ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ചോദ്യപേപ്പർ ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇന്ന് കൊല്ലം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായിട്ട് നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ, അതായത് ഏറ്റവും അവസാനം നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യപേപ്പറാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏത്? ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുകയാണ് ചെയ്യുന്നത്. കിഴക്കോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ഹിമാലയ പർവ്വതനിരയുടെ ഉയരം കുറയുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏതാണ്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിന്റെ സമയത്താണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ചത്. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രണ്ണം ഉണ്ട്? 2 എണ്ണമാണ് കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിന്റെ മുഖ്യ കാരണം എന്തായിരുന്നു? അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിന്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ്. പ്ലേഗ് ബോണസ്. ജാതിക്കുമ്മിയുടെ കർത്താവ് ആരാണ്? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പനാണ് രചിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഈ കഴിഞ്ഞ 2 ചോദ്യപേപ്പർ ചെയ്തപ്പോഴും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം, 1756 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് 1756 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിന്റെ ചെയർപേഴ്സൺ ആരാണ്? മുഖ്യമന്ത്രിയാണ് കിഫ്ബി ബോർഡിന്റെ ചെയർപേഴ്സൺ. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറവ് ആദിവാസികളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? മേധ എന്ന ട്രെയിനാണ് മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ. കല്ലുമാല സമരം നടന്ന സ്ഥലം എവിടെയാണ്? പെരിനാട്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 22 LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 50 days ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ജേതാവ് ഇതിലെ നമ്പർ 1 എഡ്യൂക്കേറ്ററായ മൻസൂർ അലി സാർ അടക്കമാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് 10% ഡിസ്കൗണ്ട് കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 23 ഒരു 80 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 16 200 day ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ബാച്ച് ആണ്. ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ആപ്റ്റ് ആയിട്ടുള്ള സമയം തന്നെയാണ്. അതായത് സെപ്റ്റംബർ 22 മുതൽ 26 വരെ നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 14 മാസമായിട്ട് കിട്ടുന്നതാണ്. അതായത് 2 മാസം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എടുക്കുന്നവർ ഈ ദിവസങ്ങളിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എന്താണ്? ഇ ഗവേണൻസ് എന്ന പേരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? ഇപ്പൊ ഇത് മാറിയിട്ടുണ്ട്. അന്ന് ആൻസർ അട്ടാരി ആയിരുന്നു. ഇപ്പോ കർണാടകയിലെ ബെൽഗാവിയിലാണ് ടോളസ്റ്റ് ട്രൈക്ലർ ഫ്ലാഗ് ഉള്ളത്. ബെൽഗാവിയിലാണ് കർണാടക. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ. കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? ഭാരത് ഇന്റർഫേസ് ഫോർ മണി. ഭീം. ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്ന ആപ്പാണ്.
ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് ആണ്. രണ്ടാമത്തെ വട്ടവും യോഗി ആദിത്യനാഥ് തന്നെയാണ് മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. 20. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഭൂഗർഭം എവിടെയാണ്? മൂലമറ്റത്താണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? സിക്കിം, ടിബറ്റ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് അക്ഷാംശ വ്യാപ്തി. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? റോഹ, മംഗലാപുരം. റോഹയെ മംഗലാപുരവുമായിട്ടാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 14444 144. ഓക്കെ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എത്രയാണ്? 8. 8 ബ്രിട്ടീഷ് പ്രവിശ്യകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. 8 താമരകൾ. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിലാണ് പെടുന്നത്? നോവലാണ്. ആനന്ദമഠം നോവലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് വേല ചെയ്താൽ കൂലി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഇതും കഴിഞ്ഞ VFAക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ്. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? അമരാവതി സമ്മേളനമാണ്. അമരാവതി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? തലയ്ക്കൽ ചന്തു ആണ്. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? മൊറാഴ സമരമാണ്. മൊറാഴ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് AO ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇന്റർനാഷണൽ യൂണിയൻ ആണ്. ഇന്റർനാഷണൽ യൂണിയൻ. നൈം താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? നൈതാലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 32-ാം അനുച്ഛേദം അനുസരിച്ചാണ്. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? സാരാനാഥ്. സാരാനാഥിലാണ് അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഓരോ ദിവസവും 280 രൂപ, പരമാവധി 25,000 രൂപ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? മൗലിക കടമകളാണ്. മൗലിക കടമകൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? DK കാർവേ ആണ്. DK കാർവേ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആന. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? എറണാകുളത്താണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ അറബിക്കടൽ. അറബിക്കടലിലാണ് ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്നത്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളത്. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. സംസ്ഥാന തലത്തിൽ ലോകായുക്ത. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. 2016 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? 2016 മാൻഹോൾ.
ശ്രീനാരായണ ഗുരുവിന്റെ ജനന സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജനന സ്ഥലം ചെമ്പഴന്തിയാണ്. മിശ്രവിവാഹത്തിന് പ്രചരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദി താഴെ തന്നിരിക്കുന്നതിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദി ടീസ്തയാണ്. ടീസ്ത. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം ഡിലീറ്റ് ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല ഏതാണ്? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏത്? കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു തോറിയമാണ്. തോറിയം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബില്ല് 2016 ലക്ഷ്യം എന്താണ്? സറോഗസി റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ വാടക ഗർഭധാരണ നിയന്ത്രണമാണ്. വാടക ഗർഭധാരണ നിയന്ത്രണം. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ചെസ് താരം ആരാണ്? എസ്.എൽ. നാരായണൻ. ആ ടൈമിലെ കറണ്ട് അഫെയർ ആണ് എസ്.എൽ. നാരായണൻ. കേരള സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. ഒക്ടോബർ 13. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ ആണ് വെള്ളപ്പൊക്കം. ഉപ്പുവെള്ളം തടയുന്നതിന് വേണ്ടിയിട്ടാണ് തണ്ണീർമുക്കം ബണ്ട്. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഡു യു മൈൻഡ് ഡാഷ് മീ യുവർ പെൻ ടു സൈൻ ദിസ് ഡോക്യുമെന്റ്? അപ്പൊ ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ്? ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഗിവിംഗ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം. റാനോ വെൻ ടു ദ ഷോപ്പ് ടു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഹർ ആസ് ഷീ ഹാസ് ഡാഷ് ഹർ ഓൾഡ് വൺസ്. ഏതെവിടെ വരുന്ന ഫ്രേസൽ വെർബ്? ഗ്രോൺ ഔട്ട്. ഗ്രോൺ ഔട്ട് ഓഫ് ഹർ ഓൾഡ് വൺസ്. അപ്പം പഴയതൊന്നും പാകമാകാത്തത് കൊണ്ട് അവർക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി. വൈൽ വിസിറ്റിംഗ് ഈജിപ്റ്റ് ഐ വെന്റ് ടു സീ നൈൽ. ഒരു നദിയുടെ ഫ്രണ്ടിൽ ദ വെച്ച് സ്പെസിഫൈ ചെയ്യുക. ദ നൈൽ. ഇഫ് ഐ ഹാഡിന്റ് റൺ ഫ്രം ദെയർ. അപ്പോൾ ഇഫ് ക്ലോസിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. ദ സ്നേക്ക് വുഡ് ഹാവ് കിൽഡ് മീ. ദ സ്നേക്ക് വുഡ് ഹാവ് കിൽഡ് മീ. നോബഡി സോ ഇറ്റ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സോയെ സ്പ്ലിറ്റ് ചെയ്യുക. ഡിഡ് പ്ലസ് സി. അപ്പോൾ ഡിഡ് കിട്ടി. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ഡിഡ് ദേ. ഓക്കെ. അടുത്ത ചോദ്യം. സെലക്ട് പ്രോപ്പർ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ ഇംപാർഷ്യൽ പേഴ്സൺ ഹു വാച്ചസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് അബ്യൂസസ് ഇൻസൈഡ് ഓർഗനൈസേഷൻ. ആരാണ്? ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ ആണ്. അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഹാസ് ആൻ എറർ. തെറ്റുള്ള ഭാഗം കണ്ടെത്തുക. സെന്റൻസ് ഇതാണ്. Both Raj's father and mother was angry with him when he quarreled with his sister. അപ്പം ഇതില് was angry with him അതാണ് തെറ്റ്. ബോത്ത് വരുമ്പോൾ രണ്ടുപേരും എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ എന്താണ്? വേറാണ് വരേണ്ടത്. അതാണ് അവിടെ മിസ്റ്റേക്ക്. അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഔ ഫേറ്റ് മീൻസ്? ഔ ഫേറ്റ് എന്നുള്ള ഫോറിൻ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫെമിലിയർ ഓർ അക്വൈന്റഡ് വിത്ത്. ഔ ഫേറ്റ് എന്താണ്? ഫെമിലിയർ ഓർ അക്വൈന്റഡ് വിത്ത്. ചൂസ് ദ വേർഡ് വിച്ച് ഇസ് മോസ്റ്റ് നിയർലി ദ സെയിം ഇൻ മീനിങ് ആസ് ദ ഗിവൺ വേർഡ്. ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷന് സെയിം മീനിങ് വരുന്നത് എന്താണ്? ടെൻഡൻസി. ഒരു ചരിവ് എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ ടെൻഡൻസി. അടുത്ത ചോദ്യം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് സ്കൂൾ ഡാഷ് 2006. അപ്പോൾ അതൊരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. പോയിന്റ് ഓഫ് ടൈം ആകുമ്പോൾ സിൻസ് 2006. 5 years സിൻസ് 2006 അങ്ങനെയാണ് വരുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അനിൽ ആസ്ക്ഡ് അനു, ആർ യു ഗോയിങ് ടു സീ യുവർ ഗ്രാൻഡ് മദർ? ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അനിൽ ആസ്ക്ഡ് അനു. ആർ അപ്പോൾ എന്താണ്? ഓക്സിലറി വെർബ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം വെദർ. ആർ യു ഗോയിങ് എന്താവും? വെദർ ഷി വാസ് ഗോയിങ് ടു സീ ഹർ ഗ്രാൻഡ് മദർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. You have high fever. You dash see the doctor. You should. അതായത് നിർബന്ധം പറയുകയാണ്. You should see the doctor. I shuffled the dash while playing. അപ്പോൾ കാർഡിന്റെ കളക്ഷനെ എന്താ പറയുന്നത്? Deck of cards. Deck of cards. അപ്പോൾ I shuffled the deck of cards while playing. Choose the word opposite in meaning to the given word opaque.
ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാര്യ വസ്തു, അതായത് പ്രകാശത്തെ കടത്തിവിടുന്നില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സുതാര്യ വസ്തു. സുതാര്യം, കടത്തിവിടുന്നുണ്ട് പ്രകാശത്തെ. ട്രാൻസ്പെറന്റ് ആണ് ഓപ്പോസിറ്റ്. അടുത്ത ചോദ്യം, ഡാഷ് ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. നോ സൂണർ ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഡിയം ദാൻ ദ മാച്ച് സ്റ്റാർട്ടഡ്. നോ സൂണർ ദാൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രയോഗം. ഓക്കെ, അടുത്ത ചോദ്യം പാസീവ് വോയിസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. റീറൈറ്റ് ദ ഗിവൺ സെന്റൻസ് വിത്ത് എ പെൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതുക. റാണി ഗേവ് മീ എ പെൻ. അപ്പോൾ ഈ സെന്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എ പെന്നിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുന്നത്? വാസ് ഓർ വെയർ പ്ലസ് V3. പെൻ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്യാം. അപ്പോൾ എ പെൻ വാസ് ഗിവൺ ടു മീ ബൈ റാണി. ഓക്കെ, അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് യൂസ്ഡ് ഇൻ ദ സെന്റൻസ്. ഇത് തന്നിരിക്കുന്ന കോമ്പൗണ്ട് വേർഡ്, നമുക്ക് ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റിയ കോമ്പൗണ്ട് വേർഡ് എന്താണ്? അപ്പൊ എന്താണ് കോമ്പൗണ്ട് വേർഡ്? രണ്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് ഒരുമിച്ച് ചേർന്ന് ഒറ്റ ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നെക്ക് ടൈ ആണ് കോമ്പൗണ്ട് വേർഡ്. നെക്കും ടൈയും സെപ്പറേറ്റ് അർത്ഥമുള്ള വാക്കുകളാണ്, ഒരുമിച്ച് ചേർന്ന് ഒറ്റ ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് വേർഡ്. മൈ ഫാദർ വിയേഴ്സ് എ നെക്ക് ടൈ വെൻ ഹി ഗോസ് ടു ഓഫീസ്. അടുത്ത ചോദ്യം, ഓൾ മൈ ഫ്രണ്ട്സ് ഡാഷ് ജിയ കോൾഡ് മീ ഓൺ മൈ ബർത്ത്ഡേ. ഒഴികെ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം എക്സെപ്റ്റ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ചേഞ്ചബിൾ, ചേഞ്ചും ഏബിളും കൂടെ ചേർന്നിട്ടാണ്. ഓപ്ഷൻ എ, ചേഞ്ച് ഏബിൾ. അവസാനത്തെ ചോദ്യം, വാട്ട് ഡസ് ദ അണ്ടർലൈൻഡ് ഇഡിയം മീൻ? സോ മെനി എംപ്ലോയീസ് ഗോട്ട് ദ axe as the company was undergoing financial crisis. Got the axe എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ജോലി നഷ്ടപ്പെടുക എന്നുള്ള മീനിങ് ആണ്. ജോലി നഷ്ടപ്പെടുക, അതായത് കമ്പനിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഒരുപാട് എംപ്ലോയീസിന് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഗോട്ട് ദ ആക്സ് മീൻസ് ലോസ് ദ ജോബ്. ഇത്രയാണ് ഇംഗ്ലീഷ് ആൻഡ് GK ചോദ്യങ്ങൾ. ഓക്കെ, ബാക്കി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. വീണ്ടും കാണാം.